ഒരിക്കൽ കൂടി രാജിമാസ് ഗാർഡനിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇത് ഒരു കെയറിങ് വീഡിയോ ആണ്. ഇതിന് അതായത് ഒരു പ്ലാന്റ് നമ്മൾ എങ്ങനെ 100% റിസൾട്ട് എടുക്കാം, നല്ല രീതിയിൽ വളർത്താം എന്നതിനെക്കുറിച്ചാണ്. ഇതിന് ആൾറെഡി ഞാൻ ഇത് റിലേറ്റായിട്ട് 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വന്ന് പോട്ടി മിക്സ്, എങ്ങനെ ഒരു പോട്ടി മിക്സ് തയ്യാറാക്കാം, ഒരു പ്ലാന്റ് വാങ്ങിക്കുന്നതിന് മുമ്പ് നമ്മളത് എങ്ങനെ റെഡിയാക്കി വയ്ക്കാം, ഫസ്റ്റ് വീഡിയോയിൽ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ അത് നടുന്നതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഒരു നല്ല പോട്ടി മിക്സ് നമുക്ക് നട്ടാലേ പ്ലാന്റ് നന്നായിട്ട് വളരുള്ളൂ. ഫസ്റ്റ് എന്ന് പറയുന്നത് പോട്ടി മിക്സ്, രണ്ടാമത് നമ്മൾ നട്ടതിന് ശേഷം എന്താ 3 മാസം നമ്മൾ എന്തൊക്കെ ഫെർട്ടിലൈസർ കൊടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതെൻ്റെ ഒരു ബ്ലാക്ക് റോസാണ്. ഇത് ഞാൻ നല്ല വെയിൽ, അതായത് കാലത്ത് തൊട്ട് ഉച്ച വരെയുള്ള വെയിൽ ഇതിന് കിട്ടുന്നുണ്ട്. താഴത്താണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെച്ചിരിക്കുന്നത് സിമെൻറ്റ് തൊട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പം പ്ലാസ്റ്റിക് തൊട്ടിയിലാണ് മാക്സിമം എല്ലാം എൻ്റെ ഇരിക്കുന്നത്. 1-2 മാത്രമേ എൻ്റെ അടുത്ത് സിമെൻറ്റ് തൊട്ടിയുള്ളൂ. ഇത് ഞാൻ തന്നെ ചെയ്ത തൊട്ടിയാണ്. അപ്പം ഇതിന് ഹീറ്റ് വന്ന് താങ്ങാനുള്ള കരുത്തുണ്ട്. അതുകൊണ്ടാണ് ഈ തൊട്ടിയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ടോ ഈ ചെടിയിൽ എത്ര പൂക്കളാണെന്ന്. എൻ്റെ ഈ ചെടി നല്ല രീതിയിൽ നന്നായിട്ട് വളർന്ന് നിറയെ പൂക്കളുണ്ട്. ഇത് ഇപ്പോൾ തന്നെ ഞങ്ങൾക്കിവിടെ 39-40 ഡിഗ്രിയൊക്കെയാണ് വെയിൽ. ഈ വെയിൽ കാലത്തും ഇത്രയധികം പൂക്കൾ പൂക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാം, ഈ ചെടി എങ്ങനെ വളർത്താം നോക്കാം. അപ്പം മണ്ണ് തയ്യാറാക്കി അത് കഴിഞ്ഞ് ചെടി നട്ടു. അപ്പോൾ അതിന് ശേഷം എന്തൊക്കെ ഫെർട്ടിലൈസർ കൊടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നട്ടതിന് ശേഷം ഹ്യൂമിക് ആസിഡും ഫംഗിസൈഡും തന്നെ കൊടുക്കുന്നത് 1 മാസം 4 പ്രാവശ്യം. അത് കഴിഞ്ഞ് വേറെ വളങ്ങളൊന്നും കൊടുക്കുന്നില്ല. ഫസ്റ്റ് തന്നെ നമ്മൾ ബോൺ മീൽ, വേപ്പിൻ പിണ്ണാക്ക് ഇതൊക്കെ തന്നെ കൊടുത്തിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കൊടുക്കുന്നത് ചാണകപ്പൊടിയൊക്കെ കൊടുത്തിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ആ 1 മാസത്തേക്ക് വേറെ ഫെർട്ടിലൈസറൊന്നും വേണ്ട. അടുത്ത മാസം വന്നിട്ട് നമുക്ക് ഹ്യൂമിക് ആസിഡും ഫംഗിസൈഡും മാസത്തിൽ 2 തവണയാക്കി മാറ്റാം. ഫസ്റ്റ് വീക്കിൽ ഹ്യൂമിക് ആസിഡും ഫംഗിസൈഡും കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വീക്കിൽ നമുക്ക് പൊട്ടാസ്യം അധികമായിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കാം. പൊട്ടാസ്യം അധികമായിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വളർച്ചയ്ക്ക് സഹായിക്കും പൊട്ടാസ്യം. ഇപ്പം നമ്മൾ പലരുടെയും കയ്യിൽ NPK കാണും. ഇപ്പോൾ NPK വന്ന് നൈട്രജനും ഉണ്ടാവും. ഇപ്പം NPK 19, 19, 19, 20, 20, 20 പലരും അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതിലൊക്കെ നൈട്രജൻ അധികമായിട്ട് ഒരേപോലെ അടങ്ങിയിട്ടുണ്ട്. നൈട്രജൻ അധികമായിട്ടുണ്ടാകുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ പൂക്കൾ പൂക്കാനായിട്ട് അത് സഹായിക്കും. പക്ഷേ നമുക്ക് ചെടി വളരാനാണ്. ആദ്യം നമ്മളൊരു പ്ലാന്റ് വാങ്ങി നടുമ്പോൾ അത് വളർച്ചയ്ക്ക് ആവശ്യമുള്ള ഫെർട്ടിലൈസർ കൊടുത്ത് അതിനെ വളരാൻ അനുവദിക്കുക. നമ്മൾ വളരുന്നതിന് മുമ്പ് പൂക്കൾ പൂക്കാൻ അനുവദിച്ച് കഴിഞ്ഞാൽ ചെടി നന്നായിട്ട് വളരുകയില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ പൂക്കൾ പൂക്കാനുള്ള വളങ്ങൾ ഫെർട്ടിലൈസർ കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് NPK തന്നെ അതേ കൊടുക്കാനുള്ളൂ എന്നുള്ള ഒരു കുഴപ്പമില്ല. പൂക്കൾ അതായത് മൊട്ടുകൾ പുതിയ തളിരുകൾ വന്ന് മൊട്ടുകൾ വയ്ക്കുമ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റുക. ഇല്ലെങ്കിൽ പൂക്കൾ പൂക്കാനായിട്ട് അതിൻ്റെ എനർജി മുഴുവൻ ആ പ്ലാന്റ് കൊടുക്കും. അപ്പം ചെടി നന്നായിട്ട് വളരുകയില്ല, അതങ്ങനെ സ്റ്റോപ്പായി പോകും. ആ പൂക്കളിൽ വളരാനായിട്ടുള്ള ശ്രദ്ധയായിരിക്കും പ്ലാന്റ്സിനുണ്ടാവുക. അതുകൊണ്ട് ആദ്യത്തെ പൂക്കളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. നല്ല പുതിയ ഷൂട്ടുകൾ വന്ന് നന്നായിട്ട് വളർന്നതിന് ശേഷം നമുക്ക് പൂക്കൾ പൂക്കാൻ അനുവദിക്കാം. ഇപ്പോൾ പൊട്ടാസ്യം അധികമായിട്ട് അടങ്ങിയിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കാമെന്ന് പറഞ്ഞു. ഫസ്റ്റ് വീക്കിൽ വന്നിട്ട് ഹ്യൂമിക് ആസിഡും ഫംഗിസൈഡും കൊടുക്കുക. അത് കഴിഞ്ഞ് അടുത്ത വീക്കിൽ നമുക്ക് വന്ന് പൊട്ടാസ്യം അധികമായിട്ടുള്ള കൊടുക്കുക. ഇപ്പം NPKയിൽ തന്നെ 05264 അങ്ങനെയൊക്കെയുള്ള ഫെർട്ടിലൈസറുണ്ട്. അതുള്ളവർക്ക് അത് ധാരാളമായിട്ട് കൊടുക്കാം. ഇല്ലാത്തവർ ഇത് വേണമെങ്കിലും കൊടുക്കാം. കഴിഞ്ഞ് അടുത്ത ആഴ്ചയിൽ വീണ്ടും നമ്മൾ ഹ്യൂമിക് ആസിഡും ഫംഗിസൈഡും കൊടുക്കാം. അത് കഴിഞ്ഞ് വീണ്ടും ഇത് തന്നെ കൊടുക്കാം, പൊട്ടാസ്യം അധികമായിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കാം. അങ്ങനെ 1 മാസം കൊടുക്കുക. അടുത്ത മാസം നമുക്ക് വരുമ്പം വീണ്ടും ഈ ഹ്യൂമിക് ആസിഡ് എന്നുള്ളത് വീണ്ടും 2 തന്നെ തവണ കൊടുക്കാം. അതുപോലെ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള അധികമായിട്ടുള്ള ഫെർട്ടിലൈസറും കൊടുക്കാം. പിന്നെ ഇടയ്ക്ക് ചെലേറ്റഡ് മൈക്രോ ന്യൂട്രിയൻറ്റ് അതും നമുക്ക് മേളിൽ, അതായത് 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ തളിച്ചു കൊടുത്തുകൊണ്ട് നല്ല ലീഫൊക്കെ നല്ല രീതിയിൽ വളരാനും നന്നായിട്ട് കൃഷിയായിട്ട് വളരാനൊക്കെ അതും സഹായിക്കും. അപ്പോൾ ഇടയ്ക്ക് അതൊന്ന് കൊടുക്കാം. അങ്ങനെ മാറ്റി നമ്മൾ ഈ 3 മാസം വന്നിട്ട് ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ്സ് നന്നായിട്ട് വളരും. 3 മാസം വരയ്ക്ക് ഇത് തന്നെ കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു.
ഇതുപോലൊരു നല്ല വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം.